അപ്പോ ഫസ്മിന സക്കീറിന്റെ പുതിയൊരു സ്റ്റോറി വന്നിട്ടുണ്ട്. കുരക്കുന്നവർ കുറക്കട്ടെ, ഞാൻ എന്റെ ജീവിതം നോക്കി പോവുകയാണ്. എനിക്ക് രണ്ട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ബിസിനസ്സും നോക്കി ജീവിതം നോക്കി മുന്നോട്ട് പോവുകയാണ്. എന്റെ യൂട്യൂബിൽ ഇനി ഞാൻ ലല്ലൂമ്പിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടില്ല. ഇനി എന്റെ ജീവിതത്തിൽ അങ്ങോട്ട് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചായിരിക്കും ഞാൻ യൂട്യൂബിലൂടെ പറയാം. ഇതാണ് ഫസ്മിന സക്കീറിന്റെ ഒരു ചുരുക്കത്തിലുള്ള സ്റ്റോറി. അപ്പോ ഫസ്മിന സക്കീർ പോയി മക്കളെ, ഫസ്മിന സക്കീർ പോയി. ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡയറിയോ ജെയോ ജോയിന്റോ ജവാനോ ഒന്നിനെ കുറിച്ചിട്ടുള്ള ഒരു ഉത്തരവും നിങ്ങൾക്ക് കിട്ടില്ല. അനന്തു അമ്മാതിരി അലക്കാണ് അലക്കിയത്. ആ അലക്കിന്റെ റിയാക്ഷൻ ആയിട്ടാണോ ഫസ്മിന സക്കീർ ഇത് നിർത്തിയത് എന്നാണെങ്കിൽ എന്റെ സംശയം അതല്ല. വേറൊരാൾ കാരണമാണ് ഈ ഫസ്മിന സക്കീർ ഈ യൂട്യൂബിൽ വന്നിട്ട് ഈ അപരാധം വിളിച്ചു പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടത്തിയത്. ആരാണെന്നല്ലേ? നമ്മുടെ സ്വന്തം സീക്രട്ട് ഏജന്റ്. സീക്രട്ട് ഏജന്റിന്റെ ഉപദേശം കേട്ടിട്ടാണ് ഫസ്മിന സക്കീർ മാറിയതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കണ്ടപ്പോൾ എനക്കും തോന്നിയായിരുന്നു അത് നല്ലൊരു ഉപദേശമായിട്ട് കൂട്ടണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞിട്ട് മണ്ണും വാരി എറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളെ ജീവിതം വീണ്ടും സോഷ്യൽ മീഡിയ കിടന്ന് അളിഞ്ഞ് ഇല്ലാണ്ടായി. എന്തിനാണ് ഇതൊക്കെ? നിർത്തിയിട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്തോടുന്ന് എനക്കും തോന്നിയായിരുന്നു. നല്ല രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു സീക്രട്ട് ഏജന്റ്. അധികമൊന്നും പറയാണ്ട് ഇത് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും കണ്ടന്റ് നോക്ക് എന്നാണ് സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പേ നമുക്ക് ഫസ്മിന സക്കീറിന്റെ ഇത് സ്റ്റോറി ഒന്ന് വായിക്കാം. ഇതാണ് ആ സ്റ്റോറി. I was not in a new relationship from October not until 2025 end. ഇത് പിന്നെ അനന്തുവിന്റെ വീഡിയോക്കുള്ള മറുപടിയാണ്. അനന്ത് കുറെ പ്രൂഫും കാര്യങ്ങളായിട്ട് ഒക്കെ വന്നായിരുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ്. നമുക്ക് അതിനെ കുറിച്ച് ചകഞ്ഞൊന്നും പോകണ്ട. ഏതായാലും അവർ നിർത്തിയെന്നും പറഞ്ഞല്ലേ. I had already mentioned I would be in a relationship, might not, but and life my ex-husband Muhammad Sebil I have not cheated on and on. I am very much happy with my life right now. I actually don't give a fuck to anybody anymore. I have taken things legally which my parents too wanted. അതായത് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്തോളാം. അത് തന്നെയാണ് എൻ്റെ പേരൻസിനും വേണ്ടത് എന്നാണ് ഫസ്മിന സ്റ്റോറിയിലൂടെ പറയുന്നത്. On final note, my YouTube would be about what I really do in my life and not about Lallu anymore. I have opened up 2 business right now. So the dogs are barked. This is my final acknowledgement about this. I have an amazing close circle life outside this, and that would remain that way. അപ്പോ എല്ലാം നിർത്തിയിട്ട് ഫസ്മിന സക്കീർ പോവുകയാണ്. പോവല്ല, യൂട്യൂബിൽ ഇനി അവരുടെ ജീവിതങ്ങളും ബിസിനസ്സും നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത്. ലാസ്റ്റ് പറഞ്ഞ് കുരക്കുന്നവർ കുരക്കട്ടെ, ഇനി എന്റെ ജീവിതം നോക്കി പോവാന്നാണ് പറഞ്ഞത്. നല്ല കാര്യം. ഇനി പിന്നെ വെറുതെ നേരത്തെ പറഞ്ഞ പോലെ ചളി മണ്ണ് മാറി എറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് സീക്രട്ട് ഏജന്റിന്റെ ഉപദേശം കേൾക്കാം. ഞാനിത് വെറുതെ തന്നെ ഊഹിച്ചാണ് കേട്ടോ. സീക്രട്ട് ഏജന്റ് പക്ഷെ ചെയ്ത വീഡിയോ എന്ന് വെച്ചാൽ നല്ലൊരു വീഡിയോ ആയിരുന്നു. നല്ലൊരു ഉപദേശം കൊടുത്തായിരുന്നു. ആ ഉപദേശത്തോടെ മാറിയെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. ഇതാണ് വീഡിയോ. ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങും. പേഴ്സണൽ ലൈഫ് താറുമാറാവും. ബട്ട് സ്റ്റിൽ ഇതിൽ നിന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടേണ്ടത് പേഴ്സണൽ ആയിട്ട് ഇരിക്കേണ്ട കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് തന്നെ വെക്കുക. പബ്ലിക്കിലേക്ക് എടുത്തു കൊണ്ടുവന്നിട്ട് സംസാരം തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാത്ത ആളുകൾ നമ്മളെ ഓഡിറ്റ് ചെയ്തതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും? പുറത്ത് ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങും. പേഴ്സണൽ ലൈഫ് താറുമാറാവും. ഓക്കെ, എസ്പെഷ്യലി കപ്പിൾസ് ആയിട്ടുള്ളവർ. നിങ്ങൾ നല്ല രീതിയിൽ പോകണമെങ്കിൽ അങ്ങനെ പോവാ. നിങ്ങൾ പിരിയുകയാണെന്നുണ്ടെങ്കിൽ ആരെയും അറിയിക്കാതെ പിരിഞ്ഞ് മിണ്ടാതിരിക്കുക. ഇല്ല, ഒരാൾ മറ്റേയാളുടെ പ്രശ്നങ്ങളുമായിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ ഓഡിറ്റ് ചെയ്തവൾ നമ്മളെ പ്രശ്നമായിട്ടും വരും. അത് ഫേസ് ചെയ്യാനും കൂടി നമ്മൾ റെഡി ആയിരിക്കണം. അങ്ങനെ എല്ലാവരും നാറും, കുടുംബക്കാരും നാറും, കൂട്ടക്കാരും നാറും, എല്ലാവരും നാറും. അത് നാറി അപരാധം പിടിച്ച കഥകളാണ് ഇപ്പൊ ഈ വിഷയത്തിനകത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്ത് ആവശ്യത്തിന് സഫ ലല്ലു ആയിട്ടുള്ള ബന്ധം, അതൊക്കെ ഇപ്പൊ ഈ പുറത്ത് വരുന്നതിന് മുന്നേ ഇപ്പൊ ഞാൻ പേഴ്സണലി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസും ഫോട്ടോസും അവിടെ ചാറ്റുകൾ ഉണ്ട്. കാരണം ഇവരിലേക്ക് ബന്ധപ്പെട്ട കുറെ ആളുകൾ അയച്ചെന്ന് ഞാൻ അത് വെച്ച് വീഡിയോ ചെയ്യാൻ നിന്നിട്ടില്ല. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് വേറൊരാളോട് ഇത് എങ്ങനെയോ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് ഉള്ളിൽ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ട്. ഇവര് ചിലപ്പോൾ ഇതൊന്നും പുറത്ത് വരണ്ടെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആശ്വസിച്ചിരിക്കുന്ന സമയത്ത് ഈ സാധനങ്ങൾ പുറത്ത് ബാക്കിയുള്ളവരായിട്ട് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇത് നിങ്ങൾ എങ്ങനെ മക്കളെ സർവൈവ് ചെയ്യും? എനിക്ക് അറിയാൻ പാടില്ല. എങ്ങനെ നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്നുള്ളത്. വൺസ് ഇറ്റ് കംസ് ഇൻ സോഷ്യൽ മീഡിയ ഇറ്റ് നെവർ ഗോസ്. ഇത് ഇവിടെ തന്നെ കിടക്കും.
അതിന്റെ നാണക്കേടും മാനക്കേടും തേച്ചാലും വരച്ചാലും ആയില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ പേഴ്സണൽ സാധനങ്ങൾ ഉണ്ടല്ലോ, ഈ പറയണ്ട അങ്ങനത്തെ ഐറ്റങ്ങളൊന്നും തമ്മിൽ വാരി എറിഞ്ഞിടാതിരിക്കും. അത് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. എന്തിന് വൈ നിർത്തിക്കൂടെ ഈ പരിപാടി? ഞാൻ സീരിയസ്ലി ചോദിക്കണം, ഇത് നിർത്താനായിട്ടില്ലേ? എന്തിന്? ഞാൻ ഈ വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെ ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫസ്മിനോടാണെങ്കിലും ബാക്കിയുള്ളവരോടാണെങ്കിലും ഈ കേസിനകത്ത്, നിങ്ങൾ നിർത്ത്. ഇൻകം ഉണ്ടാക്കുക എന്നുള്ളത് ഓക്കെ, ബേസിക്കലി ഇൻകം വരണം, പൈസ വേണം എന്നൊക്കെ ഓക്കെ. പക്ഷെ പീസ് ഓഫ് മൈൻഡ് കൂടി ഒപ്പം വേണ്ടേ? സമാധാനം വേണ്ടേ? പൈസ മാത്രം വന്നാൽ മതിയോ? പൈസ കൊണ്ട് ഒരു പരിധി വരെ സമാധാനം നമുക്ക് ബൈ ചെയ്യാം. പക്ഷെ നമ്മുടെ കയ്യിലുള്ള പൈസന്റെ അളവ് കുറഞ്ഞാലോ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൂടിപ്പോയാലോ നമുക്ക് ബൈ ചെയ്യാൻ പറ്റില്ല പിന്നെ സമാധാനം. മനസ്സിലായ? അത് പിന്നെ ഈഗോ ആവും തമ്മിൽ, പേഴ്സണൽ ഗ്രഡ്ജ് വരും, കയ്യിന്ന് പോവും, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലാതെ ആവും. അങ്ങനത്തെയൊക്കെ വിഷയങ്ങൾ വരുന്ന സമയത്ത് പിന്നെ പീസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് പൈസ കൊടുത്താൽ നിൽക്കില്ല നമ്മളെ കയ്യിൽ. ഇതിപ്പോ കയ്യിന്ന് പോയ അവസ്ഥയാണ്. അസ്മിനേക്ക് കംപ്ലീറ്റ്ലി കയ്യിന്ന് പോയി ഈ ഒരു ഐറ്റം. അതില് കുറെ കാര്യങ്ങൾ സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാകുന്നത് വരെ ഈ ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ നിർത്തിയിട്ട് വേറെ കോണ്ടന്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നു പറഞ്ഞു. ഇനി അവന് വേറെ കല്യാണം കഴിഞ്ഞ് ഇനി കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരൊക്കെ വളർന്നു വരുമ്പോൾ ഇത് അങ്ങനെ തന്നെ കാണും സോഷ്യൽ മീഡിയയിൽ. ഇത് എവിടെ നശിച്ചു പോകുന്ന സാധനങ്ങളല്ലല്ലോ. അതുകൊണ്ട് പിന്നെ നല്ലൊരു കാര്യം ഇതോടെ അനന്തവും നിർത്തിയിട്ടുണ്ടാവും. ആക്ച്വലി ഇപ്പം ലല്ലൂബിയും പിന്നെ ഫസ്മിനിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിനുശേഷം അതൊരു സമയത്ത് മാറിയിട്ട് ഫസ്മിനിയും അനന്തവും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങി വെച്ചത് ഫസ്മിന തന്നെയാണ്. എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരും ഒരു കോണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് റിയാക്ട് ചെയ്യും. അങ്ങനെ അനന്തവും ചെയ്തിട്ടുള്ളൂ. അനന്ത് ചെയ്തതിന് ഇവള് ഫസ്മിന പരത്തെറി വിളിക്കും, അതിന് അനന്തു റിയാക്ട് ചെയ്യും, അതിന് വീണ്ടും ഫസ്മിന വേറെ എന്തൊക്കെ പറയും, അതിനുശേഷം വീണ്ടും. അതുകൊണ്ട് എല്ലാം സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഒരു നാഴിക്കടയ്ക്കാണ് ഫസ്മിന. അതുകൊണ്ട് ഇത് വളരെ നല്ല കാര്യമാണ്. നിങ്ങളുടെ രണ്ട് ബിസിനസ്സിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്നായിട്ട് പോട്ടെ, വിജയിക്കട്ടെ, ജീവിതത്തിന്റെ അടുത്ത ചവിട്ടുപടിയിലേക്ക് കടക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.